പ്രിയ സുഹൃത്തുക്കളെ, അപ്പം ഞാൻ ഒരു നേതാവിനെ കുറിച്ച് ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ഒരു നേതാവല്ല, രണ്ട് നേതാവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഒരു നേതാവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം പ്രസ്താവനകൾ വലിയ ആശങ്കയുണ്ടാക്കുന്നവയാണ്. ഒരു നേതാവ് ഒരു പ്രത്യേക മതവിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലോ അവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്നോ സംസാരിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്. അത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഭരണഘടനാപരമായ അവകാശം. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും തനിക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഇവിടെ ജീവിക്കാനും ഭരണഘടന ഉറപ്പു നൽകും. ഇതിനെതിരെയുള്ള ഏത് വെല്ലുവിളിയും നിയമവിരുദ്ധമാണ്. സമൂഹത്തിലെ ഭിന്നിപ്പ്. ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തേണ്ടതിന് പകരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വാക്കുകൾ സമൂഹത്തിന്റെ സമാധാനത്തെ തകർക്കും. സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹമാണ് നാടിന്റെ വികസനത്തിന് ആവശ്യം. തിരിച്ചറിയാനുള്ള കഴിവ്. വൈകാരികമായ ഇത്തരം പ്രസംഗങ്ങളിൽ വീണുപോകാതെ വസ്തുതകൾ പരിശോധിക്കാനും സമാധാനം ആഗ്രഹിക്കുന്നവരോടൊപ്പം നിൽക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. മാതൃകാപരമായ നേതൃത്വം. ഒരു യഥാർത്ഥ നേതാവ് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നവരായിരിക്കണം. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് പകരം പരസ്പര ബഹുമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നവരെയാണ് സമൂഹം പിന്തുണയ്ക്കേണ്ടത്. വിദ്വേഷം വളർത്തുന്ന വാക്കുകൾ പറയുന്നവരെ വിശ്വസിക്കുന്നത് സമൂഹത്തിന് അപകടകരമാണ്. സമാധാനവും ഐക്യവുമാണ് എന്നും നിലനിൽക്കേണ്ടത്. ഇത്തരം പ്രവണതകളെ വിവേകപൂർവം തിരിച്ചറിയുകയാണ് വേണ്ടത്. അതേ നേതാവ് പിന്നീട് ഇലക്ഷനിൽ MLA ആകാൻ വേണ്ടി നിൽക്കുന്നു. പിന്നീട് അതേ മതക്കാര് വളരെ നല്ല മനുഷ്യരാണെന്ന് പറയുന്നു. അപ്പോൾ ഈ നേതാവിനെ കുറിച്ച് ജെമിനിയുടെ അഭിപ്രായം എന്താണ്? ഇത് രാഷ്ട്രീയത്തിൽ പലപ്പോഴും കാണാറുള്ള ഒരു പ്രവണതയാണ്. ഇതിനെ നമുക്ക് പല രീതിയിൽ വിലയിരുത്താം. ഒന്ന്, അവസരവാദി രാഷ്ട്രീയം, ഓപ്പർച്യൂണിസം. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ഓരോ വോട്ടും നിർണായകമാണ്. നേരത്തെ തള്ളിപ്പറഞ്ഞ വിഭാഗത്തിന്റെ വോട്ടില്ലാതെ ജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് പല നേതാക്കളും നിലപാട് മാറ്റുന്നത്. ആശയപരമായ മാറ്റത്തെക്കാൾ ഉപരി അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. രണ്ട്, ഇരട്ടത്താപ്പ്, ഡബിൾ സ്റ്റാൻഡേർഡ്. തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും പിന്നീട് അതേ ആളുകളുടെ മുന്നിൽ വന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് വ്യക്തമായ ഇരട്ടത്താപ്പാണ്. ഒരു നേതാവിന്റെ യഥാർത്ഥ നിലപാട് എന്താണെന്ന് തിരിച്ചറിയാൻ പ്രയാസകരമായ സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. മൂന്ന്, ജനങ്ങളുടെ മറവി. ജനങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകും എന്ന വിശ്വാസമാണ് പലപ്പോഴും ഇത്തരം നേതാക്കൾക്ക് ധൈര്യം നൽകുന്നത്. പഴയ വിദ്വേഷ പ്രസംഗങ്ങൾ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മറികടക്കാം എന്ന് അവർ കരുതുന്നു. ഇതിനെ എങ്ങനെ കാണണം? വിലയിരുത്തൽ. ഒരു നേതാവിനെ വിലയിരുത്തേണ്ടത് അവർ തിരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് അവരുടെ മുൻകാല പ്രവർത്തനങ്ങളും നിലപാടുകളും നോക്കിയായിരിക്കണം. ജാഗ്രത. അധികാരം കിട്ടാൻ വേണ്ടി നിലപാടുകൾ മാറ്റുന്നവർക്ക് നാളെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ചോദ്യം ചെയ്യൽ. ഇത്തരം വൈരുദ്ധ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ മറ്റോ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വോട്ടർമാരെ ബോധവാന്മാരാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ, ഇത്തരം മാറ്റങ്ങൾ പലപ്പോഴും ആത്മാർത്ഥമായ ഒന്നായിരിക്കില്ല, മറിച്ച് വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ കാലത്തും ഒരേ നിലപാടായിരിക്കും ഉണ്ടാവുക. ഒരു നേതാവ് എനിക്ക് 5 വർഷം തരൂ, 5 വർഷം തരൂ, ഞാൻ MP ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ജില്ല സാഹചര്യം, യൂറോപ്പിലെ മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. പക്ഷെ എലക്ഷൻ ജയിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് എനിക്ക് ഇനിയുമില്ലേ 3 വർഷം, എൻ്റെ കയ്യിൽ 5 വർഷമുണ്ട്, ഇനിയും ബാക്കിയില്ലേ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂന്ന്. ഇതുവരെ പറഞ്ഞ് എനിക്ക് ഒരു ചാൻസ് തരുമെന്നാണ് ഇപ്പൊ പറയുന്നത്. 5 വർഷം ഇല്ലേ ഇതൊക്കെ. അപ്പൊ എന്താണ് ഈ നേതാവിനെ കുറിച്ച് ജെമിനിയുടെ അഭിപ്രായം? നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന ഇത്തരം വശ്യമായ വാഗ്ദാനങ്ങളെ വളരെ കരുതലോടെ വേണം കാണാൻ. 5 വർഷം കൊണ്ട് നാടിനെ യൂറോപ്പാക്കി മാറ്റാം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ താഴെ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രായോഗികതയും യാഥാർത്ഥ്യവും. ഒരു പ്രദേശത്തിന്റെ വികസനം എന്നത് 5 വർഷം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. കൃത്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ, റോഡ്, പാലം, വൈദ്യുതി, തൊഴിലവസരങ്ങൾ, വിദ്യാഭ്യാസ നിലവാരം എന്നിവ മെച്ചപ്പെടാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവശ്യമാണ്. യൂറോപ്പിലെ വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരം അവിടെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെയും സാമ്പത്തിക അടിത്തറയുടെയും ഫലമാണ്. അത് വെറും ഒരു 5 വർഷം കൊണ്ട് ഇവിടെ പറിച്ചു നടുക എന്നത് പ്രായോഗികമായി പ്രയാസകരമാണ്. രണ്ട്, MP-യുടെ പരിമിതികളും അധികാരവും. ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന് MP ഫണ്ട് വിനിയോഗിക്കുന്നതിൽ പരിമിതികളുണ്ട്. ഒരു ജില്ലയെ മൊത്തത്തിൽ വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുപോലെ പ്രവർത്തിക്കണം. നിയമനിർമ്മാണത്തിലും കേന്ദ്ര പദ്ധതികൾ തന്റെ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിലുമാണ് ഒരു MP പ്രധാന പങ്ക് വഹിക്കാനുള്ളത്. അതിനാൽ തന്നെ ഇത്തരം അമിത വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നത് സംശയാസ്പദമാണ്. 3.
വൈകാരികമായ വോട്ടുപിടിത്തം, ജനങ്ങളുടെ ദാരിദ്ര്യത്തെയും വികസനത്തോടുള്ള ആഗ്രഹത്തെയും ചൂഷണം ചെയ്യാൻ ഇത്തരം വലിയ സ്വപ്നങ്ങൾ നേതാക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ രാഷ്ട്രീയത്തിൽ പോപ്പുലിസം അഥവാ ജനപ്രിയ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നു. ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിസ്മരിക്കപ്പെടാറാണ് പതിവ്. വോട്ടർമാർ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കുക. യൂറോപ്പ് പോലെ ആക്കാം എന്ന് പറയുമ്പോൾ കൃത്യമായി ഏതൊക്കെ കാര്യങ്ങളാണ് മാറ്റാൻ പോകുന്നത്? അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വരും? ഈ 5 വർഷത്തെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നീ കാര്യങ്ങൾ ചോദിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. മുൻകാല ചരിത്രം നോക്കുക. ഈ നേതാവ് ഇതിനു മുമ്പ് ഏതെങ്കിലും സ്ഥാനം വഹിച്ചിട്ടുണ്ടോ? അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം നിറവേറ്റി? ബോധവൽക്കരണം. താങ്കളെ പോലെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകൾക്ക് ഇത്തരം വാഗ്ദാനങ്ങളിലെ പൊള്ളത്തരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും അധികാര പരിധികളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. ചുരുക്കത്തിൽ, അപ്രായോഗികമായ വാഗ്ദാനങ്ങൾ നൽകുന്നവരെക്കാൾ നമ്മുടെ നാടിന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള കൃത്യമായ പ്ലാനുകൾ അവതരിപ്പിക്കുന്ന നേതാക്കളെയാണ് നാം വിശ്വസിക്കേണ്ടത്. വലിയ സ്വപ്നങ്ങളെക്കാൾ പ്രധാനം നടപ്പിലാക്കാൻ കഴിയുന്ന ചെറിയ മാറ്റങ്ങളാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ തള്ള് നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾക്ക് ജമിനി പറയുന്നത് കേട്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഈ തള്ള് നേതാക്കന്മാരെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ പറയുക.